നമ്മുടെ ലിറ്റിൽ കിച്ചണിൽ അടുത്ത സെഗ്മെന്റ് എന്താണ്? ഹെൽത്തി കിച്ചൺ. ഹെൽത്തി കിച്ചണുമായിട്ട് ആരാണ് വരാൻ പോകുന്നത്? അപ്പൊ നമുക്ക് നീരജ് ആന്റിയെ വിളിക്കാം. നീരജ് ആന്റി, വെൽക്കം ടു ലിറ്റിൽ കിച്ചൺ. ഹലോ. എല്ലാവരും എൻജോയ് ചെയ്തോ കുക്കിംഗ്? പിന്നെ നമുക്ക് ഹെൽത്തി കിച്ചണിലേക്ക് കിടക്കാം. ഇന്ന് ഹെൽത്തി കിച്ചണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കണ്ണിൻ്റെ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. കണ്ണിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. കണ്ണിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഏത് വൈറ്റമിൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അറിയോ? വൈറ്റമിൻ എ. വെരി ഗുഡ്. വൈറ്റമിൻ എ സ്പെഷ്യൽ പോയിന്റ്സ്. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡ്സിൻ്റെ പേര് പറയാൻ പറ്റുമോ? എന്ത് കളറായിരിക്കും വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്? യെല്ലോ ആൻഡ് ഓറഞ്ച്. യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ വെജിറ്റബിൾസിലാണ് വൈറ്റമിൻ എ ഏറ്റവും അധികം ഉള്ളത്. പക്ഷേ അത് വൈറ്റമിൻ എ ആയിട്ടല്ല ഉള്ളത്. വെജിറ്റബിൾസിലെല്ലാം ആൽഫ, ബീറ്റ, ഗാമ ഈ 3 തരത്തിലുള്ള കരോട്ടിൻസ് ആയിട്ടാണുള്ളത്. കരോട്ടിനാണുള്ളത്. ഈ ബീറ്റ കരോട്ടിൻ, ആൽഫ കരോട്ടിൻ, ഇങ്ങനെ 3 തരത്തിലുള്ള കരോട്ടിൻസ്. ഇത് നമ്മുടെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് കെമിക്കൽ പ്രോസസ്സസ് ഉണ്ട്. അതിന് വേണ്ട വേറെ കുറേ ന്യൂട്രിയൻസും ഉണ്ട്. നമ്മളിതിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത്. വൈറ്റമിൻ എൻ്റെ ഡയറക്റ്റ് സോഴ്സസ് എന്തൊക്കെയാണെന്നറിയോ? ഡയറക്റ്റ് സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്, കാരണം അത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആണ്. ഫാറ്റിൽ മാത്രമേ അത് സോളിബിൾ ആവുള്ളൂ. അപ്പോൾ ഫാറ്റ്സ്, ബട്ടർ, ഗീ, പിന്നെ ആനിമൽ ഫുഡ്, അതായത് ആനിമൽ ഫാറ്റ്സ്, അതായത് നമ്മൾ കഴിക്കുന്ന മട്ടൻ, ചിക്കൻ, ഇതിലെല്ലാം വൈറ്റമിൻ എ ഉണ്ട്. ഫിഷിലുണ്ട്. അപ്പോൾ ആനിമൽ ഇതിലാണ് കൂടുതൽ വൈറ്റമിൻ എ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സൂപ്പ്, പംകിൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, എല്ലാം ഓറഞ്ച് കളറല്ലേ കാണുന്നത്? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. പംകിൻ തോല് കളഞ്ഞ് നമ്മൾ ചെറിയ പീസസായി കട്ട് ചെയ്ത് ഒരു 200 grams. പിന്നെ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തു. പിന്നെ പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ കളർ മാറാതിരിക്കാനാണ്. പിന്നെ നമ്മൾ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ സ്പ്രിങ് അണിയൻസ്, പിന്നെ നമ്മൾ ഗാർലിക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് റെഡ് പെപ്പറിലും ബീറ്റ കരോട്ടിൻ ഉണ്ട്. ഓക്കെ. ആൻഡ് ലൈം ജ്യൂസ്. ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് മാറാൻ ലൈം ജ്യൂസ് വേണം, അതായത് വൈറ്റമിൻ സി വേണം. അപ്പോൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പർ. ആൻഡ് ഇത് മത്തൻ്റെ കുരുവാണ്. മത്തൻ്റെ കുരുവിൽ വളരെ ഹൈ ലെവൽ ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഒരു 100 grams മത്തൻ്റെ കുരു എടുക്കുകയാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് 30 grams ഓഫ് പ്രോട്ടീൻ. നമ്മൾ 100 grams എഗ് വൈറ്റ് എടുത്താൽ പോലും അത്രയ്ക്ക് പ്രോട്ടീൻ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ഹൈ ലെവൽ ഓഫ് പ്രോട്ടീൻ ഉണ്ട് അതിൽ. പിന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ലൈക്ക് നയസിൻ, പിന്നെ സെലീനിയം, അങ്ങനത്തെ മൈക്രോ ന്യൂട്രിയൻസ്, സിങ്ക്, ഇതൊക്കെ വളരെ ഹൈ ലെവലിലുള്ളതാണ് മത്തൻ്റെ കുരു. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. പിന്നെ ഒരു ഗ്ലാസ് പാല് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പാൽ ഓൾസോ ഇതിലും കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പിന്നെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പാലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുക്കിംഗ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അപ്പോൾ ആദ്യം നമ്മൾ ബട്ടർ ഇടരുത്. ആദ്യം ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഇടാം. ഓക്കെ. പിന്നെ അതിലോട്ട് ബട്ടർ ഇടാം. എത്ര ബട്ടർ വേണ്ടി വരും? ഒരു ടീസ്പൂൺ ബട്ടർ. 1 ടീസ്പൂൺ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിന് 1 ടീസ്പൂൺ ബട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സവോളയും ഇട്ടു. വീട്ടിൽ മത്തനെ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കലുണ്ടോ? ഇല്ലല്ലോ. മത്തങ്ങയിലാണ് ഏറ്റവും അധികം, ക്യാരറ്റിനെക്കാട്ടിലും ജാസ്തി കരോട്ടിൻ ഉള്ളത്. ആൽഫ ആൻഡ് ബീറ്റ കരോട്ടിൻ ഏറ്റവും ഹൈ ലെവലിലുള്ള സാധനം മത്തങ്ങ. ഈ വൈറ്റമിൻ എ കണ്ണിന് മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നല്ലത്. അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാതിരിക്കാൻ വളരെ നല്ലതാണ്. കാരണം വൈറ്റമിൻ എ ആണ് നമ്മുടെ എല്ലാ അവയവങ്ങളുടെ മുകളിലുള്ള കോട്ടിങ്, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. ഈ മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വൈറ്റമിൻ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെംബ്രെയിൻ്റെ ഹെൽത്ത് ശരിയാണെങ്കിൽ വൈറസിനൊന്നും ഉള്ളിലോട്ട് കിടക്കാൻ പറ്റില്ല. നമുക്ക് ഇതിലോട്ട് മത്തനിടാം. ഓക്കെ. ജസ്റ്റ് മത്തനിടുക, ക്യാരറ്റ് ഇടുക. നിങ്ങൾക്ക് തന്നെത്താൻ ഉണ്ടാക്കാവുന്ന സാധനം. ഓക്കെ. ആൻഡ് പൊട്ടാറ്റോ.
വൈറ്റമിൻ എയുടെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ബോണിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റാണ് വൈറ്റമിൻ എ. ആ കാൽഷ്യം ഡെപ്പോസിഷൻ ബോണിൽ നടക്കുന്നത് റെറ്റിനോയിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രസൻസിലാണ് കാൽഷ്യം ഡെപ്പോസിറ്റ്. ഇപ്പോൾ നമ്മൾ പാലിൽ കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ്, ഇതൊക്കെ നമ്മുടെ ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടേ പോയിട്ട്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ വൈറ്റമിൻ എൻ്റെ ഒരു പ്രോഡക്റ്റാണ് റെറ്റിനോയിക് ആസിഡ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പല്ലിൻ്റെ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും ഔട്ടർമോസ്റ്റ് കോട്ടിങ് ഡെൻറ്റിൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡെപ്പോസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ എ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ മത്തങ്ങ ചില്ലറക്കാരനല്ല. നല്ല പേരൊക്കെ. അപ്പം നമ്മുടെ മത്തങ്ങ സൂപ്പ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീമൊക്കെ പോയി ദാ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓക്കെ, കുറച്ച് പാലൊഴിക്കുക അതിൽ. ഓക്കെ, സൂപ്പ് അടിച്ചെടുത്തു. ഓക്കെ, ഇനി നമ്മൾ കുക്കറിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുക. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഉപ്പിടണ്ടേ, സീസണിങ് ഇടണം. അപ്പോൾ ഇത് കുറച്ച് തിക്കാ കണ്ടോ. നമ്മൾ ഇതിലോട്ട് ഇത്തിരിയും കൂടി വെള്ളം ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. മത്തങ്ങയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും ഒക്കെ ചേർത്ത് നമ്മൾ വേവിച്ചതാണ്. ബട്ടറിലൊന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ ഇത് വേവിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഗാർലിക്കും ചേർത്തിട്ടുണ്ടായിരുന്നു. വെന്ത് കഴിഞ്ഞപ്പോൾ അത് 1 കപ്പ് പാലൊഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞു. അത് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർക്കുകയാണ്. ഉപ്പിടാണ്. ഉപ്പിട്ടു. കുരുമുളക് പൊടി. ഓക്കെ, പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സീസണിങ് ആഡ് ചെയ്യാൻ പോകുന്നത് സ്പ്രിംഗ് അണിയൻസ്. ഇനിയിപ്പോൾ ബീറ്റാ കാരറ്റിനാണിത്. അപ്പോൾ വൈറ്റമിൻ സി ആഡ് ചെയ്യാൻ പോവാ ഞാൻ ഇതിലോട്ട്. പിന്നെ മത്തന് കുറച്ചൊരു മധുരം ഉണ്ടാവും അല്ലേ, സ്വീറ്റ് ടേസ്റ്റാണ് മത്തൻ. അപ്പോൾ നമുക്ക് ഇത്തിരി പുളിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബാലൻസ് ചെയ്യാം ടേസ്റ്റ്. ലൈം ആഡ് ചെയ്തു. ഓക്കെ, തിളച്ചു. ഒരുവിധം റെഡ് പെപ്പർ ആഡ് ചെയ്യാണ്. ആ കളർഫുള്ളായില്ലേ. നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്യാം. എന്തൊക്കെ കളേഴ്സ് നമ്മളിതിലോട്ട് ആഡ് ചെയ്തു. ഓരോ കളറിലും ഓരോ വൈറ്റമിൻ ഉള്ളത്, ഓരോ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത്. എല്ലാം ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്തു. കുറച്ചുകൂടി ഹെൽത്തി ആയി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഏറെ പോഷകപ്രദമായ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മത്തങ്ങ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേവിച്ചുടച്ച പച്ചക്കറി പിന്നെ മിക്സിയിൽ വെച്ച് നന്നായിട്ട് അടിച്ചിട്ട് അതിലേക്ക് കുറച്ച് പാലും ചേർത്ത് ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്ത് പിന്നെ കുക്കറിൽ വെച്ച് വീണ്ടും നമ്മൾ അതൊന്നും കൂടെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പിന്നെ സ്പ്രിംഗ് അണിയൻ ഇട്ടു. പിന്നെ ഇട്ടത് എന്താണ്, ക്യാപ്സിക്കം, റെഡ് കളർ ക്യാപ്സിക്കം നമ്മൾ ആഡ് ചെയ്തു. പിന്നെ എന്താ ചെയ്തത്, കുറച്ച് നാരങ്ങ നീരൊഴിച്ചു, ലൈം ജ്യൂസ് ഒഴിച്ചു. എത്ര തന്നെ ചെയ്തു. ഫൈനലി മത്തൻ്റെ കുരു ഇട്ടു. ഓക്കെ ഓക്കെ. നമ്മളിനി നേരെ പോകുന്നത് അമ്മമാർക്കുള്ള ഹെൽത്തി ടിപ്സിലേക്കാണ്. ഹെൽത്തി ടിപ്സ് കണ്ടിട്ട് വേഗം തന്നെ നമുക്ക് തിരിച്ചു വരാം. കണ്ണുള്ളപ്പോൾ നമുക്ക് കണ്ണിൻ്റെ വില അറിയില്ല. നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ. കണ്ണിന് ഏറ്റവും വേണ്ടതായിട്ടുള്ള വൈറ്റമിൻ എ ആണ്. പക്ഷേ വൈറ്റമിൻ എ ആയിട്ട് ആകെ ആനിമൽ സോഴ്സസിൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ കഴിക്കുന്ന നോൺ വെജ് ഫുഡ്സിലൊക്കെ വൈറ്റമിൻ എ ആയിട്ടുള്ളൂ. കാരണം അതൊരു ഫാറ്റ് സോളിബിൾ വൈറ്റമിനാണ്. ബട്ടർ, ഓയിൽ, ഇതിലൊക്കെ ഉണ്ട് വൈറ്റമിൻ എ. പക്ഷേ കൂടുതലായിട്ടും വെജിറ്റബിൾസിലുള്ളത് കെരോട്ടിൻ ഫോമിലാണ്. കെരോട്ടിൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ കെരോട്ടിൻ, ഈ 3 രീതിയിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ചെന്ന് വൈറ്റമിൻ സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി വൈറ്റമിൻ എ ആയിട്ട് മാറുന്നു. കണ്ണിന് മാത്രമല്ല വൈറ്റമിൻ എ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് നമ്മുടെ എല്ലാ ഓർഗൻസിൻ്റെയും ലൈനിങ്, നമ്മുടെ ഉള്ളിലുള്ള ഹോൾ സിസ്റ്റത്തിൻ്റെ ലൈനിങ് ആണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഹെൽത്ത് പ്രോപ്പറായിട്ടില്ലെങ്കിലാണ് നമ്മുടെ ഉള്ളിലേക്ക്, ബോഡിയുടെ ഉള്ളിലോട്ട് ഇൻഫെക്ഷൻസും വൈറസും ഒക്കെ പെട്ടെന്ന് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് ശരിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല. ഇത് കൂടാതെ യൂറിനറി ബ്ലാഡറിൽ സ്റ്റോൺസ് ഉള്ള പേഷ്യൻസിന് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സിനെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു സൂപ്പ് ഉണ്ടാക്കിയത്.
അതായത് നമ്മളിവിടെ ഇന്ന് യൂസ് ചെയ്ത് പംകിനാണ്, മത്തങ്ങയാണ് ആക്ച്വലി വൈറ്റമിൻ എൻ്റെ, അതായത് ആൽഫ ആൻഡ് ബീറ്റ ഫോം ഓഫ് കെരോട്ടിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സോഴ്സ് എന്ന് തന്നെ പറയാം വെജിറ്റബിൾസിൽ. എല്ലാ ഓറഞ്ച് കളർ ആൻഡ് യെല്ലോ കളർ വെജിറ്റബിൾസിൽ ബീറ്റ കെരോട്ടിൻ വളരെ ഹൈ ലെവലിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്യാരറ്റാണ്, അതും ഈ പറഞ്ഞ പോലെ ബീറ്റ കെരോട്ടിൻ വളരെ ഹൈ ആയിട്ടുള്ളൊരു വൈറ്റമിനാണ്. പിന്നെ പംകിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗവും കളയാനില്ല, നമ്മൾ അതിൻ്റെ സീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പംകിൻ സീഡ്സ് ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഇങ്ങനെ എല്ലാ വൈറ്റമിൻസും ഉണ്ട്. അത് കൂടാതെ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡും കൂടി ഉണ്ട്. അത് ഈ ട്രിപ്റ്റോഫാൻ ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്.